ഐ വാസ് വെരി മച്ച് എനിക്ക് ബാംഗ്ലൂർ പഠിക്കാൻ ചെന്ന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും ഞാൻ അതിനകത്തോട്ട് ഇങ്ങനെ ലൈക്ക് ഐ യൂസ് ടു സ്റ്റേ കണക്റ്റഡ്, ലൈക്ക് ഐ ട്രൈ ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് കുക്കിംഗ്. നമ്മൾ എന്താ പറയാ, മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ അത് കണ്ടാ മനസ്സിലാവും നമ്മൾ പഠിച്ചു മുമ്പ്. നിങ്ങൾ പഠിച്ചല്ല, ഞാൻ പഠിച്ചത്. ലൈക്ക് ഐ വാസ് നോട്ട് സോ സ്റ്റുഡിയസ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ മനസ്സിലപ്പോഴും സിനിമ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. കാരണം കുക്ക് ചെയ്യുന്നതും ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല, ഇത് പ്രോത്സാഹിപ്പിക്കല്ല, നിങ്ങൾ പഠിക്കുക. കാരണം നമ്മള് എന്റെ അടുത്ത് ഫസ്റ്റ് വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഡിഗ്രി. നമ്മളടുത്ത് നാളെ സിനിമയൊന്നും ആയില്ലെങ്കിലും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടൊരു ജോലി ഉണ്ടാവും. കാരണം സിനിമ ഈസ് നോട്ട് സോ പ്രഡിക്റ്റബിൾ. രക്ഷപ്പെട്ടാൽ പെട്ടു, രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ വാദം തോന്നണം. എന്തുകൊണ്ടാന്ന് പറയാൻ നമ്മളെ 10 വർഷം ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ എന്റെ ഒരു സിനിമയും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പല സിനിമകൾ അറിയാത്തോണ്ടായിരിക്കും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും എനിക്ക് മെജോറിറ്റി ഓഫ് സിനിമ നിരാശകളായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതാണ് ഒരു ഡിഗ്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേടിയിട്ട് യു ക്യാൻ ചൂസ് യുവർ പ്രൊഫഷൻ. കാരണം പഠിത്തം എന്നും ഒരു ഡിഗ്രി എന്നും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചെന്ന് കയറാനൊരു സ്ഥലം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് പഠിച്ചതിന്റെ പുറത്തോട്ടൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഗുണമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ ഒരു പ്രൊഫഷൻ വേണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ കോളേജിൽ പോയി. ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് എനിക്കൊരു റിഗ്രറ്റും തോന്നിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഫൺ. നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു അവിടുത്തെ, നല്ല കോളേജ് ആയിരുന്നു, നല്ല ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ലൈക്ക് വി യൂസ് ടു എൻജോയ് എവറിത്തിങ്. എന്താ പറയുക, ഞങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് പ്രാക്ടിക്കൽസും ഹൗസ് കീപ്പിംഗ് പ്രാക്ടിക്കൽസും ഒക്കെ ഭയങ്കര എന്താ പറയാ, വി യൂസ് ടു വെയിറ്റ് ഫോർ ദോസ് ക്ലാസ്സസ്. ഞാൻ നമ്മളെ 2-3 ബാച്ചുലർ സ്റ്റുഡൻസ് ഒക്കെ ഒരുമിച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മുടെ ടീച്ചറെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ആൻ അവാർഡ് ഫോർ us. So we used to work together as a team, like we used to work hard. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു അറ്റ്മോസ്ഫിയർ, ഇത്രയും ഞാൻ എന്റെ ഒരു വിശ്വസ് വീട് അയച്ചു തരാമെന്നപ്പോ the important thing you gave to your chef is like to it. Suicide പിള്ളേർക്കും I just went to my favorite, like went back to my college days and I just thought about my faculties, like my favorite teachers. നമ്മള് ചിലപ്പോ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, സാരില്ല എന്ന് പറയുന്ന ഫാക്കൽറ്റീസ് ആയിരുന്നു എനിക്ക്. സോ ഞാനിവിടെ വന്നപ്പോ I miss this uniform. Like ഞങ്ങൾക്ക് വെനസ്ഡേസ് ആയിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്സസ്. എന്താ പറയാ, ഷെഫ് കോട്ടും ആപ്രോണൊക്കെ മിസ് ചെയ്തു. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഓർത്തു. കാരണം എന്റെ ഫ്രണ്ട്സൊക്കെ ലൈക്ക് ഹോട്ടൽ ഇൻഡസ്ട്രി അത്ര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ലൈക്ക് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് ODC ആണ്, ഔട്ട്ഡോർ ക്യാമ്പ്. ഇവിടുന്ന് പോകുന്നുണ്ടോ? എല്ലാ പരിപാടിയും പോകുന്നു. 4 വർഷം ചെയ്താണ്. വേറെ യൂസ് ടു ഗോ ടു ബിഗ് ഹോട്ടൽസ്. നമുക്ക് അവിടുത്തെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സംഭവം മനസ്സിലാവുക. ലൈക്ക് നമ്മള് ഇരുന്ന് കഴിക്കുന്ന ഹോട്ടലിൽ ബാക്ക് സൈഡിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയും വെൽ പ്ലാൻ പ്രൊസീജിയേഴ്സിലൂടെയാണ് അവരൊരു ഫുഡ് നമ്മുടെ അടുത്തോട്ട് എത്തുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി റെസ്പെക്ട് കൂടി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂമിനോട്. കാരണം അത്രയും പത്ത് എഫേർട്ടാണ് നമ്മൾ നല്ല റൂമിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നല്ല റൂമിൽ താമസിക്കുന്നത്, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. സോ ഇപ്പൊ ഓരോ ഹോട്ടൽ വിസിറ്റ് ചെയ്തപ്പോഴും നമ്മുടെ ആളുകളാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. വി നോ വാട്ട് ദേ ഡു എന്നുള്ള റെസ്പെക്ട് നമുക്ക് എനിക്കുണ്ട്. ആൻഡ് ഇതാണ് എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് വരെ ഇത്രയും ട്രാവൽ ചെയ്യാനുള്ള കാര്യമൊന്നും ഞാൻ ഓർക്കില്ല. ബിക്കോസ് ഹോട്ടൽ മാനേജ്മെന്റ് ഈസ് മൈ ഫീൽഡ്, ഹോട്ടൽ ഈസ് മൈ ഇൻഡസ്ട്രി. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത ഹോട്ടലുകളാണ്. ലൈക്ക്
റാമേറ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കൊച്ചിയിൽ, പിന്നെ ഗ്രീൻ പാർക്ക് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് ഫ്രണ്ട്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഞാൻ ചെയ്തത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. പിന്നെ ചെന്നൈയിൽ ഞാൻ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു. പക്ഷെ എന്റെ മനസ്സിൽ സിനിമയായിരുന്നു, ലൈക്ക് ഐ വാസ് ബിഹൈൻഡ് സിനിമ. ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ തന്നെ ഉള്ള കാരണം അതാണ്. കാരണം അവിടെ എപ്പോഴും നമ്മൾ ഇന്ന് തമിഴ് സിനിമയിൽ കാണുന്ന വലിയ ആളുകളൊക്കെ അവിടെ താമസിക്കാൻ വരാറുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. അവരുടെയൊക്കെ ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് എന്റെ പ്രയോറിറ്റി വാസ് സിനിമ. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സത്യമാണ് ജോലി ചെയ്തത്. പക്ഷെ നല്ല രസമുള്ള, ഇപ്പൊ വർക്ക് ചെയ്യാൻ ഏറ്റവും രസമുള്ള ഒരു ഫീൽഡാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. പഠിക്കാൻ ഭയങ്കര രസമുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു വേറൊരു കോഴ്സിലും ഇത്രയും ഫണ്ണായിട്ടില്ല. കാരണം കുക്കിംഗ് ഈസ് ഓൾവേസ് കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. കുക്കിംഗ് ഈസ് സോ ഫൺ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അടിപൊളിയാണ്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ്. കാരണം ഒരു ഹൗസ് കീപ്പിംഗിൽ പോയി കഴിഞ്ഞാൽ ഒരു പെറ്റ് മേക്കിംഗ് ആണെങ്കിലും നമ്മള് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവില് നമ്മുടെ ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഭയങ്കര ക്രിയേറ്റീവ് ഫൺ ഒരു ജോബാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നാളെ എവിടെയെങ്കിലും വെച്ച് നല്ല വലിയ ഹോട്ടൽസിലും ഏറ്റവും നല്ല ഷെഫുകളൊക്കെ ആയിട്ട് അറിയപ്പെടട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വെയിറ്റിംഗ് ഫോർ മീ. കൂവാതെ ഞാൻ എന്റെ കൂടെ വന്നപ്പോ ഞാൻ പറഞ്ഞു മീശാറില്ല, അത് ഇനി അവിടെ പോട്ടെ, ഇനി അവരൊന്നും മൈൻഡ് ചെയ്യില്ല നമ്മൾ പോയത്. താങ്ക് യു ഫോർ നോട്ട് മേക്കിംഗ് മീ ഡിസപ്പോയിന്റ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പൊ സുവിത്തറിന്റെ കീഴിലുള്ള ഏറ്റവും നല്ല ഫ്രണ്ട് ഓഫീസ് അല്ല എന്താ 2 യൂണിഫോം ഡെയിലി യൂണിഫോം ആണോ? ഞാൻ ലൈക്ക് നമ്മള് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സങ്കടമാണ്. കാരണം വേൾഡ്സ് ഓഫ് ഫാഷൻ ഡിസൈനിങ്, അവർക്ക് ടോൺ ജീൻസ് ഇടാം, അവർക്ക് ഇഷ്ടമുള്ള ടീഷർട്ട് ഇടാം, പരിപാടികളൊക്കെ ഇടാം. എന്റെ താഴെ ഉള്ളത് പോളിടെക്നിക്, അവർക്കും യൂണിഫോം ഒന്നുമില്ല. അവർക്ക് ഒരു ദിവസം യൂണിഫോം ഉള്ളൂ ഡ്യൂറിംഗ് ദർ പ്രാക്ടിക്കൽ. നമുക്ക് ഡെയിലി യൂണിഫോം വരുന്നു. അത് മാത്രമേ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റിനോട് സങ്കടമുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് ഫൺ ലേണിംഗ് what it is, like what cooking is, what housekeeping is, office is. നമ്മള് എന്താ പറയാ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ലൈക്ക് ഹോട്ടൽ വിസിറ്റ്സ്, ഈ ഔട്ട്ഡോർ കാറ്ററിംഗ്, ഇറ്റ് വാസ് ഓൾ ഫൺ. എന്തായാലും ഈ കോഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആവില്ല. നിങ്ങൾക്ക് എന്തായാലും യു വിൽ റീച്ച് ഹൈറ്റ്സ് ഇഫ് യു ലവ് ദിസ് ജോബ്, ഇഫ് യു ലവ് ടു ഡു ദിസ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു എൻജോയ്മെന്റ് നിങ്ങൾ തന്നെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫൺ ടു ഡു ദിസ്. എല്ലാവരും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.